കേരളത്തിലെ രാഷ്ട്രീയ തമ്മിലടികൾ ശരിയില്ലെന്ന് എനിക്ക് ബോധ്യം. അത് ഒരു ദിവസം കൊണ്ട് മാത്രമൊന്നുമല്ല, അതിൻ്റെതായ അതിലേക്ക് ഞാൻ വന്നു. എന്തെങ്കിലും പദവി ആഗ്രഹിച്ചാണോ വന്നത് എന്നുള്ള ചോദ്യത്തിന് എന്താണ്? സത്യസന്ധമായിട്ടും പറയാം, ഒറ്റ നിമിഷം കൊണ്ട് ചോട് മാറി എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ എന്തെങ്കിലും മോഹിച്ചിട്ടാണോ എന്നുള്ള സ്വാഭാവികമായിട്ടും ചോദിക്കാം. മനുഷ്യൻ തെറ്റ് പറയാൻ പറ്റത്തില്ല. പ്രതിക്കൂട്ടിലാക്കുന്നതല്ല, ഞാൻ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചതുള്ളൂ. അതായത് ശബരിമല വിഷയത്തിൽ ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, ഞാനൊരു കോൺഗ്രസ് ആശയമായിട്ട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസിന് ആശയപരമായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ? കേരളത്തിലെ നാളുകളിലേക്ക് ചില ഭാവന സംഭരണമായ എന്തെങ്കിലും ഒരു പദ്ധതി പറയുന്നുണ്ടോ? അവർ ഈ രാഷ്ട്രീയം മാത്രമല്ലേ പറയുന്നുള്ളൂ, ഈ വർഗീയത മാത്രമല്ലേ പറയുന്നുള്ളൂ. ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത മതരാഷ്ട്രം വേണമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളിൽ നമസ്കാരം. 35 വർഷത്തോളമായി CPM സഹയാത്രികനായ വ്യക്തി 10 വർഷത്തിലധികമായി ചാനൽ ചർച്ചകളിൽ CPMന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ റെജി ലൂക്കോസ് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം അദ്ദേഹം എടുത്തത്? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ശ്രീ റെജി ലൂക്കോസ് തന്നെ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഞാൻ തീരുമാനമെടുക്കാനുള്ള കാരണം, ഞാനൊരു സഹയാത്രികൻ മാത്രമായിരുന്നു. ഒരു പദവിയും ഞാൻ അലങ്കരിച്ചിട്ടില്ല, ഞാനതിനെ ആഗ്രഹിച്ചിട്ടുമില്ല, അതിനുവേണ്ടി പുറകെ നടന്നിട്ടില്ല. പാർട്ടി മെമ്പറായിട്ട് കേവലം 7 വർഷം മാത്രമേ ആയിരുന്നു. എന്നാലും ഞാൻ ഫുൾ ടൈം വർക്കറൊന്നുമില്ല. പക്ഷേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ഒരുപാട് വ്യക്തിഗതികൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. പാർട്ടി ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ചാനലുകളിൽ വന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയെന്ന് തന്നെ ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് പല സ്ഥലത്തുനിന്നും ആ കാര്യത്തിൽ ഞാനതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യുന്നു. ഞാനൊരു ഔദ്യോഗിക വ്യക്താവകാശം എനിക്ക് നൽകിയിട്ടുമില്ല, ഞാൻ അതിനുവേണ്ടി ചേർന്നിട്ടുമില്ല. ഇപ്പോഴെനിക്ക് ബോധ്യമായി, കേരളത്തിലെ രാഷ്ട്രീയ തമ്മിലടികൾ ശരിയില്ലെന്ന് എനിക്ക് ബോധ്യം. അത് ഒരു ദിവസം കൊണ്ട് മാത്രമൊന്നുമല്ല, അതിൻ്റെതായ അതിലേക്ക് ഞാൻ വന്നു. ഒരു പദവിയും മോഹിച്ചിട്ടില്ല, ഞാനൊരു ഡിമാൻഡും വെച്ചിട്ടില്ല. എനിക്കിനി പുതിയ തലമുറയ്ക്കുള്ള നാളുകളിലെ ചിന്തകളോടൊപ്പം എൻ്റെ കുട്ടികൾക്കും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികൾക്കും നാളുകളിലെ കേരളത്തിൽ ബ്രൈറ്റായ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ 2 മുന്നണികളെ കൊണ്ട് ഒന്നും ചെയ്യത്തില്ല. കാരണം എല്ലാം എന്നും കുറ്റം പറച്ചിലൊക്കെ നടക്കുക. എന്നാൽ ഇതൊന്നും നിങ്ങൾ ഈ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രസമ്മേളനം ശ്രദ്ധിച്ചറിയാം. അദ്ദേഹം മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുക, അത് എപ്പോഴും വികസനം പറയും, ഡെവലപ്മെൻറ്റ്സ് പറയും. നമുക്കൊരു പുതിയൊരു മാറ്റം ആവശ്യമാണ്. അതിനോടൊപ്പം സഞ്ചരിക്കണമെന്ന് എനിക്ക് തോന്നി. 10-35 വർഷം ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു പാർട്ടിയുടെ ശബ്ദമായി മാറി. ഔദ്യോഗിക ശബ്ദമല്ലെന്ന് ഞാൻ ആവർത്തിക്കുന്നു കേട്ടോ. അപ്പം എനിക്ക് തോന്നി മാറ്റം ഇല്ലാത്ത മാറ്റം എന്നുള്ള വാക്കിന് മാത്രമേ ഉള്ളൂ. കാർൽ മാർക്സ് പറഞ്ഞതാണ്. അത്രേ ഉള്ളൂ. BJPയിൽ എന്തെങ്കിലും പദവി ആഗ്രഹിച്ചാണോ വന്നത് എന്നുള്ള ചോദ്യത്തിന് എന്താണ്? സത്യസന്ധമായിട്ടും പറയാം, ഞാൻ ഒരു പദവിയും ചോദിച്ചിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പാർട്ടി ചോദിക്കാതില്ല. ഞാൻ വർക്ക് ചെയ്ത പാർട്ടിയിൽ ഞാൻ ചോദിച്ചിട്ടില്ല, ഒരു പദവിയും ചോദിച്ചിട്ടില്ല. തന്നെയല്ല, എന്തെങ്കിലും പദവി വേണമെന്ന് എന്നോടും ചോദിച്ചിട്ടില്ല. ഞാൻ വളരെ ഹൃദയം തുറന്നു പറയാം, ഒരു പദവിയും ചോദിച്ചിട്ടില്ല. എനിക്ക് ഒരു പദവികളൊന്നും അങ്ങനെ മോഹമുള്ള ആളൊന്നുമല്ല. കാരണം എന്നെ ലോകത്തിലെ മലയാളികൾ മിക്കവരും അറിയും. ഒറ്റ നിമിഷം കൊണ്ട് ചോട് മാറി എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ എന്തെങ്കിലും മോഹിച്ചിട്ടാണോ എന്നുള്ള സ്വാഭാവികമായിട്ടും ചോദിക്കാം. മനുഷ്യൻ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമല്ല. ഈ അടുത്ത ചാനൽ ചർച്ചകളിലെല്ലാം തന്നെ CPMനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള അവതരണമായിരുന്നു താങ്കളുടേത്. അപ്പോൾ ഈ പാർട്ടി നേതാക്കളോ മറ്റോ ഇങ്ങനെ സംസാരിക്കരുത് എന്ന് വിലക്കിയിരുന്ന അത്തരത്തിലൊരു സംസാരമുണ്ടായിരുന്നു. ഞാൻ പ്രതിക്കൂട്ടിലാക്കുന്നതല്ല, ഞാൻ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചതുള്ളൂ. അതായത് ശബരിമല വിഷയത്തിൽ ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ AK ബാലൻ പറഞ്ഞ പ്രസ്ഥാനം തെറ്റാന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. വർഗീയവാദികൾക്കല്ലേ ഞാനത് ചെയ്യാറുണ്ട്. എന്നോട് ഇങ്ങനെ ആരും സംസാരിക്കുന്നില്ല. മുനമ്പം വിഷയത്തിൽ ഞാൻ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന ആളാണ്, ശക്തമായിട്ട്. മുനമ്പം വിഷയത്തിൽ പാർട്ടിയും ഒക്കെ വഖഫിനൊപ്പം നിന്നപ്പോൾ ഞാൻ മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അനീതിക്കെതിരെ ഞാൻ നിരന്തരം ചാനൽ ചർച്ച പങ്കെടുത്ത ഒരാളാണ്. കാരണം അതെൻ്റെ വ്യക്തിപരമാണ്. ഞാൻ എൻ്റെ വ്യക്തിത്വം അടിയറ വെക്കാനും ജീവിതത്തിൽ ഇന്നുവരെ പോയിട്ടില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ പിന്നെ പാർട്ടിയുടെ നയത്തിനൊപ്പം പോകാം. പക്ഷെ എൻ്റെ മനസ്സാക്ഷിക്ക് അത് ചേർന്നില്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച ഒരാളാണ്. അപ്പം ഞാൻ മുൻപത്തെ ജനങ്ങൾക്കൊപ്പം നിന്നു. അത് പലരും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനതിൽ നിൽക്കത്തുള്ളൂ. കാരണം എൻ്റെ ആശയം എന്ന് പറയുന്നത് വെറുതെ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ഭൂമി വക്കപ്പെടുന്നൊരു വീടിന് പേരിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ള ആശയക്കാരനാണ്. എനിക്കതിനകത്ത് ഒരുപാട് പേരെന്നെ വിളിച്ചു, അങ്ങനെ പറയരുത്. എൻ്റെ പാർട്ടിക്കാരൊന്നും എന്നെ വിളിച്ചിട്ടില്ല, സുഹൃത്തുക്കൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആ പഠിച്ച വിഷയം 1950 മുതൽ ഇങ്ങോട്ട് 95-ലെയും 2013 ആ നിയമങ്ങൾ മാറ്റിയതിനെക്കുറിച്ചും ഈ രാജ്യത്തെ ഒരു കിരാത നിയമമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്
ഞാനതിനെ എതിർത്ത്. അത് ശരിയെന്ന് എനിക്ക് ഇന്നും തോന്നുന്നു. എന്തുകൊണ്ട് കോൺഗ്രസ് എന്നൊരു പാർട്ടി തിരഞ്ഞെടുത്തില്ല? ഇല്ല, ഞാനൊരു കോൺഗ്രസ് ആശയമായിട്ട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനത് പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി അത് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതിനൊരു കൺസിസ്റ്റൻസി ഉള്ളൊരു നേതാവ് അതിനകത്തില്ല, നേതൃത്വം ഇല്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ ഈ പലതും നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഈ ഓട്ട്ചോരി അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്കും അമർഷം ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ അതിനകത്തൊരു തെളിവും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഈ രാജ്യത്തിന് വെളിയിലുള്ള ആരെങ്കിലും വന്ന് ഈ രാജ്യത്തിന് ഐഡൻറ്റിറ്റിയും ഒക്കെ എവിടുന്നേലൊക്കെ കൊണ്ടുവന്നിട്ട് ഞാനിവിടുത്തെ ആളെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏതെങ്കിലും രാജ്യത്ത് നടക്കുമോ? അത് തന്നെയല്ലേ ഇന്ത്യയും ചെയ്തിട്ടുള്ളൂ. ഈ രാജ്യത്തിൻ്റെ സുരക്ഷയല്ലേ ഏറ്റവും വലുത്. ഞാൻ എൻ്റെ ചാനൽ ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യമായിട്ട് സംസാരിക്കും. ഞാൻ ഈ രാജ്യത്തിനൊപ്പം നിന്ന് സംസാരിക്കുന്ന ആളാണ്. ഒരു വിട്ടുവീഴ്ച കാര്യം ചെയ്തിട്ടില്ല. ഐ എം എൻ ഇന്ത്യൻ എന്നതിന് ഞാൻ പ്രൗഡായ ഒരാളാണ്. ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് ഈ ലോകത്തിലെ പല സ്ഥലങ്ങളിൽ. ഞാനൊന്നും എല്ലായിടത്തും പോയിട്ടില്ല. എങ്കിലും ഞാൻ പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോകുമ്പം ഞാനൊരു ഇന്ത്യക്കാരൻ എന്നുള്ളതിൽ അഭിമാനിക്കുന്ന രീതിയിൽ മാത്രം ചെയ്യുന്ന ഒരാളാണ്. അതിപ്പം ഞാൻ പറയുന്നതല്ല, ഞാൻ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളിലൊക്കെ അത് പ്രതിഫലിക്കാറുണ്ട്. കോൺഗ്രസിൻ്റെ ഭാവി കേരളത്തിലും ഇത് തന്നെയായിരിക്കും. കോൺഗ്രസ് കേരളത്തിൽ ഒരിക്കലും കോൺഗ്രസിന് ഭാവി കേരളത്തിലില്ല. നമ്മളീ കാണുന്ന ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ കോൺഗ്രസിന് ആശയപരമായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ? കേരളത്തിലെ നാളുകളിലേക്ക് വിളിച്ച ഭാവന സംഭരണമായ എന്തെങ്കിലും ഒരു പദ്ധതി പറയുന്നുണ്ടോ? അവർ ഈ രാഷ്ട്രീയം മാത്രമല്ലേ പറയുന്നുള്ളൂ, ഈ വർഗീയത മാത്രമല്ലേ പറയുന്നുള്ളൂ. ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത മതരാഷ്ട്രം വേണമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ പറ്റും അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കേരളത്തിൽ ഒരിക്കലും കോൺഗ്രസ്സിന് അടിത്തരം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഇതുള്ളതായിരിക്കും. നാളുകളിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാകും തോന്നുന്നില്ല. കേരളത്തിൽ വരുന്ന തലമുറ, കേരളത്തിലെ ഇപ്പോഴത്തെ ജനങ്ങളിൽ പൊതുവെ മനസ്സ് പ്രകടിപ്പിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഉടൻ തന്നെ BJP-യിലേക്ക് വരും എന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കത് പ്രതീക്ഷയുണ്ട്. അവസാന ചോദ്യം, എപ്പോൾ മുതലാണ് താനൊരു BJP-കാരനാകണമെന്ന് മനസ്സിൽ അത്തരത്തിലൊരു തോന്നലുണ്ടായി തുടങ്ങിയത്? BJP-കാരനാണെന്നുള്ള തോന്നലുണ്ടായി തുടങ്ങുക വെച്ചാൽ രാജ്യത്തെ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന ഡെവലപ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് റോഡ് ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ UP പോലുള്ള സംസ്ഥാനങ്ങൾ ഞാൻ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കളോട് യാത്ര ചെയ്തിട്ടുണ്ട്. മുമ്പൊക്കെ UP ചെന്ന് UP-യിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പകല് പോലും ഭയന്ന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് UP അർദ്ധരാത്രി പോലും മനുഷ്യർക്ക് ഭയമില്ലാതെ യാത്ര ചെയ്യാം. അതിൻ്റെ കാരണം UP-യിലെ ഗുണ്ടായിസമൊക്കെ അതിനൊക്കെ മാറ്റം വരുത്തി വലിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഉത്തരേന്ത്യയിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കണ്ണ് തുറന്ന് കണ്ടാൽ കഴിഞ്ഞ 10-25 വർഷമായിട്ട് അപ്പുറവും ഇപ്പുറവും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാകത്തില്ല. വിദേശ രാജ്യങ്ങളെക്കാളും ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഇന്ന് ലോകത്തിലെ 4ാമത്തെ സമ്പദ് ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു. ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സമ്പന്ന രാജ്യമായി ഇന്ത്യ വളർന്നു. അത് കഴിഞ്ഞ 11 വർഷത്തെ ഡെവലപ്മെൻറ്റ്സ് ആണെന്ന് ആ കഴിഞ്ഞ 10-30 വർഷത്തെ ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. അത് ശരിയാണെന്ന് തോന്നിയപ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് എനിക്ക് തോന്നി. ഇതിൽ യാതൊരു ഡിമാൻഡും ഇല്ല, ഒരു പദവിയെ ആഗ്രഹിക്കുന്നില്ല, ഒന്നുമില്ല. ഈ പാർട്ടി എന്ത് പറയുന്നത് അതനുസരിച്ച് ഞാൻ ചെയ്യും. അതെൻ്റെ ആത്മാർത്ഥത്തോടെ ചെയ്യും. എന്തായാലും വരും നാളുകളിൽ BJP-ക്ക് കേരളത്തിൽ വലിയൊരു തേരോട്ടം നയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തെ ഈ ഒരു പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് എന്നും അത്തരത്തിലൊരു മനംമാറ്റത്തിന് കാരണമായത് എന്നും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുകയാണ്. ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.